പുരുഷനും തുല്യരല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. യുക്തിയില്ലാത്ത വാദങ്ങൾ സമൂഹത്തിന്റെ കയ്യടി കിട്ടാൻ എന്തിനാണ് കൊണ്ടുവരുന്നതെന്നും PMA സലാം കഴിഞ്ഞ ദിവസം ചോദിച്ചു. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ പുരുഷ തുല്യതയല്ല, സ്ത്രീക്കും പുരുഷനും തുല്യ സാമൂഹിക നീതിയിലാണ് ലീഗിന്റെ നിലപാടെന്നും PMA സലാം പറഞ്ഞിരുന്നു. നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സ്ത്രീയും പുരുഷനും എല്ലാ നിലയ്ക്കും തുല്യരാണെന്ന് പറയാൻ കഴിയുമോ? ലോകം അത് അംഗീകരിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഒളിമ്പിക്സിലൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ മത്സരങ്ങൾ വെക്കുന്നത്? രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ? സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. ബസ്സിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത സീറ്റ് എന്തിനാണ്? സ്ത്രീകൾക്കും പുരുഷനും വ്യത്യസ്ത മൂത്രപ്പുര ഇല്ലേ? പ്രായോഗികമല്ലാത്ത യുക്തിയില്ലാത്ത വാദങ്ങൾ സമൂഹത്തിന്റെ കയ്യടി കിട്ടാൻ എന്തിനാണ് കൊണ്ടുവരുന്നത്? മുസ്ലിം ലീഗിൽ അതിലൊക്കെ വ്യക്തമായ അഭിപ്രായമുണ്ട്. തങ്ങൾ ജെൻഡർ ഈക്വാലിറ്റി വേണമെന്നല്ല പറയുന്നത്, സാമൂഹിക നീതി വേണമെന്നതാണ്. സ്ത്രീക്കും പുരുഷനും തുല്യനീതി എന്ന അഭിപ്രായത്തിൽ നിന്നും മാറാൻ ലീഗ് തയ്യാറല്ല എന്നും സലാം പറഞ്ഞു. അതേസമയം PMA സലാമിന്റെ പ്രതികരണത്തിൽ വിമർശനം കടക്കുന്നുണ്ട്. ലീഗിന്റെ ഔദ്യോഗിക നിലപാട് ഇതാണോ എന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന നേരത്തെ വലിയ വിവാദമായിരുന്നു. അന്നും കാന്തപുരത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് PMA സലാം പങ്കുവച്ചത്. അന്ന് വിഷയത്തിൽ കാന്തപുരത്തിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. പൊതു ഇടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങുന്നത് പിന്തിരിപ്പൻ നിലപാടാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പുരുഷ മേധാവിത്വ കേന്ദ്രീകൃതമായ സമൂഹത്തിന്റെ ഭാഗമായി ഇപ്പോഴും പൊതു ഇടങ്ങൾ സ്ത്രീകൾ ഉണ്ടാവരുതെന്ന് പറയുന്ന നിലപാടിലേക്ക് എങ്ങനെ പോകാനാകും? പുരോഗമന നിലപാട് സ്വീകരിച്ച് സമൂഹത്തിന് മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ CPIMന്റെ പോളിറ്റ് ബ്യൂറോയിൽ ആകെയുള്ളത് ഒരു സ്ത്രീ മാത്രമാണെന്നും വനിതാ മുഖ്യമന്ത്രിമാർ ഉണ്ടാകുന്നതിനെ തടഞ്ഞവരാണ് CPIMകാർ എന്നുമാണ് MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ PMA സലാം പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. അതേസമയം MV ഗോവിന്ദന് മറുപടി നൽകി കാന്തപുരം എത്തിയതും ശ്രദ്ധേയമായിരുന്നു. പൊതുവിടങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങരുത് എന്നത് പിന്തിരിപ്പൻ നിലപാടാണെന്ന് പറയുന്ന CPIMന്റെ കണ്ണൂർ ജില്ലയിലെ ഏരിയ സെക്രട്ടറിമാരിൽ ഒരാൾ പോലും സ്ത്രീകളല്ലാത്തത് എന്തുകൊണ്ടാണെന്നായിരുന്നു കാന്തപുരത്തിന്റെ ചോദ്യം. മതനിയമങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാരുടെ മേൽ കുതിര കയറാൻ വരേണ്ട. ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്താണ് വേണ്ടതെന്ന് പണ്ഡിതന്മാർ പറയും. മറ്റുള്ള മതക്കാർ ഇസ്ലാമിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട. ഇന്നലെ ഒരാൾ അഭിപ്രായം പറയുന്നത് കേട്ടു. ഞാൻ പത്രമെടുത്ത് നോക്കിയപ്പോൾ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ അയാളുടെ പാർട്ടിയിലെ ഏരിയ സെക്രട്ടറിമാർ 18 പുരുഷന്മാരാണ്, ഒരു സ്ത്രീ പോലുമില്ല. എന്താണ് അവിടെ സ്ത്രീകളെ പരിഗണിക്കാതിരുന്നത്? ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് മുസ്ലിമുകളോടാണെന്നും കാന്തപുരം മറുപടി നൽകിയിരുന്നു. ആലപ്പുഴയിൽ സുന്നി സമ്മേളനത്തിലായിരുന്നു കാന്തപുരം MV ഗോവിന്ദന് മറുപടി നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. ഇതിനിടയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പരാമർശത്തെ പിന്തുണച്ച PMA സലാമിനെ ജിഫ്രി തങ്ങൾ വിമർശിച്ചിരുന്നു. കാന്തപുരത്തെ പിന്തുണച്ചതിന് പിന്നിൽ സ്വാർത്ഥ താല്പര്യവും രാഷ്ട്രീയ ലക്ഷ്യവുമാണെന്നാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത്. സ്ത്രീകളെ സംബന്ധിച്ച മതവിധി കാന്തപുരം പറഞ്ഞപ്പോൾ ചിലർ പിന്തുണച്ചു. സമസ്ത മതവിധികൾ പറഞ്ഞപ്പോൾ കൊഞ്ഞനം കാട്ടിയവരാണിവരെന്നും തങ്ങൾ വിമർശിച്ചിരുന്നു. ഏതായാലും ഈ വിഷയം അല്പം ഗൗരവമേറിയതുകൊണ്ട് പരസ്പരം വിമർശനങ്ങൾ നടത്തുമ്പോൾ സ്വന്തം നാവിനെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്.